പാരമ്പര്യമായ ചില പിന്തുടർച്ചകൾക്ക് യേശു ഇന്ന് അവസാനം വരുത്തും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരിക്കുന്ന സമയത്ത് ഒരു സഹോദരി കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി, തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനായി. ആ സഹോദരി പറഞ്ഞതാണ്, പാസ്റ്റർ, ദീർഘനാളുകളായി എൻ്റെ മകളെ പ്രസവിച്ച് കഴിഞ്ഞ സമയം മുതൽ ഞാനൊരു രോഗിയാണ്. രോഗമിന്നതെന്ന് പറയാൻ എനിക്കറിയത്തില്ല, അത്രമാത്രം രോഗങ്ങളാൽ ഞാൻ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊരു രോഗിയാണ്, മറ്റുള്ളവർക്ക് അങ്ങനെ എന്നെ അറിയത്തുള്ളൂ. ഞാനിപ്പോൾ ഈ രാത്രി പാസ്റ്റർ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, ഞാൻ രോഗിയായിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ മകൾ അവളുടെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. ആ പ്രസവം കഴിഞ്ഞ നാൾ മുതൽ എൻ്റെ മകളും രോഗിയാണ്. രോഗമെന്തെന്ന് പറയുവാൻ കഴിയാത്ത വിധത്തിൽ. പാസ്റ്റർ, നിങ്ങൾക്കറിയാമോ, എൻ്റെ അമ്മയും അവസാന നാളുകളിൽ രോഗിയായി അനുഭവിച്ച് നരകിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മകളെ പ്രസവിച്ച നാൾ മുതൽ ഞാൻ രോഗിയാണ്. ഒപ്പം എൻ്റെ അമ്മ കണ്ണുനീരോടെ പറഞ്ഞു, എൻ്റെ അമ്മ കിടന്ന് നരകിച്ച അതേ അവസ്ഥയിൽ ഞാനുമായിരിക്കുന്നു. ചുരുക്കം വാക്കുകളിൽ ആ മാതാവ് 4 തലമുറകളിലേക്ക് പടർന്നു കയറിയ രോഗത്തെക്കുറിച്ച് പറഞ്ഞു. അവരാ പറയുന്ന സമയത്ത് ഒരു ആശ്വാസവാക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വാക്യത്തെ എനിക്ക് തന്നു. ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയായി നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ആ വാക്യം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. കേൾക്ക്, ഒരാശുപത്രിയിൽ പോയാൽ സൗഖ്യമാകും, ആയാൽ എന്തു ചെയ്യും? സന്തോഷത്തോടെ ടാറ്റ പറഞ്ഞ് വീട്ടിൽ പോകും. കട്ടിലുമെടുത്ത് നടക്കത്തില്ലല്ലോ, അത് തന്നെ. പക്ഷേ സൗഖ്യമാക്കിയത് യേശു ആയതുകൊണ്ട് ആ കട്ടിലിന് പിന്നെ അവിടെ റോളില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര, അതെ, നീ അനുഭവിക്കുന്ന ആ പാരമ്പര്യ രോഗത്തിൽ നിന്ന് എൻ്റെ യേശു നിന്നെ സൗഖ്യമാക്കും. നിൻ്റെ അപ്പൻ കിടന്നതുപോലെ, നീ കിടക്കുന്നതുപോലെ നിൻ്റെ തലമുറകൾ കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ആ പാരമ്പര്യ രോഗത്തിന് മാതാവേ, നിന്നിൽ അവസാനമുണ്ടാകുവാൻ പോകുക, നിൻ്റെ തലമുറകളിലേക്ക് അത് പടർന്നു കയറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കിടക്ക തന്നെ മാറ്റും. ആമേൻ. ആ കട്ടിൽ നിൻ്റെ ഭവനത്തിനകത്തുണ്ടാകത്തില്ല. അമ്മയ്ക്കുണ്ടായിരുന്നു, അമ്മൂമ്മയ്ക്കുണ്ടായിരുന്നു, അപ്പനുണ്ടായിരുന്നു, അപ്പൂപ്പനുണ്ടായിരുന്നു. ഓ സ്തോത്രം, ആമേൻ. അത് നിനക്ക് രോഗമെന്ന് പറഞ്ഞപ്പോഴേ പിള്ളേർ പറഞ്ഞു തുടങ്ങി, അയ്യോ നോ. ചില പാരമ്പര്യങ്ങൾക്ക് കർത്താവ് ഇന്ന് അറുതി വയ്ക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പാരമ്പര്യമായി പിന്തുടരുന്ന ചില ശാപങ്ങൾക്ക് കർത്താവ് അറുതി വരുത്തുക. എന്ത് ചെയ്താലും എത്രയൊക്കെ ശ്രമിച്ചാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല, നല്ലത് അനുഭവിക്കുവാൻ പറ്റത്തില്ല. ഒരു വീട് വെച്ചു, സന്തോഷമായിട്ട് ഒരു ദിവസമെങ്കിലും കിടക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ച് വസ്തു വാങ്ങി, അന്ന് മുതൽ സ്വസ്ഥത പോയതാ ആണേ. ആ ചെറുക്കനെ പഠിക്കാൻ വിട്ടു, എന്തിനു വേണ്ടി? രക്ഷപ്പെടാൻ വേണ്ടി. അന്ന് മുതൽ ഉണ്ടായിരുന്ന സമാധാനം കൂടെ പോയി. കടം വാങ്ങി പലിശക്കെടുത്തും വിട്ടതാ, പോയി. ജോലിക്ക് വേണ്ടി കടന്നുപോയി, രക്ഷപ്പെട്ടില്ല, രക്ഷപ്പെടുന്നില്ല. ശാപം. നോക്ക്, നിങ്ങളുടെ അപ്പൻ്റെ അപ്പൻ അങ്ങോട്ട് ചെല്ല്, എന്തൊക്കെയോ ചെയ്തു, രക്ഷപ്പെടാൻ വേണ്ടി പലതും ചെയ്തു. അവസാനം ദാരിദ്ര്യവും ഇല്ലായ്മയും കഷ്ടതയും കണ്ണുനീരും പറഞ്ഞ് ഒടുങ്ങി. നിനക്കപ്പുറം അത് തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ശാപത്തിൽ നിന്ന്, നല്ലത് കാണുവാൻ കഴിയാത്ത ഈ ശാപത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ തലമുറകളെ എൻ്റെ ദൈവം സ്വാതന്ത്ര്യത്തിൽ നിർത്തുവാൻ പോകുന്നു. ഓ റാബാഷേഖനെ, യെസ് റാമാലാഷേഖൻ. ആ പരാജയം, പടർന്നു പിടിക്കുന്ന പരാജയം, വിടാതെ പിന്തുടരുന്ന പരാജയം, ഒന്നും ആകുവാൻ കഴിയാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടി തലകുനിച്ച് മടുത്തു. പാസ്റ്റർ, മടുത്തു. ഇങ്ങനെ കടം വാങ്ങി തലകുനിച്ച് ദാരിദ്ര്യം പറഞ്ഞ്. ഞാനെൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയും കടം വാങ്ങുവാൻ കൈനീട്ടുന്നത്. ഞാനിതാ അത് തന്നെ ചെയ്യുന്നു. എൻ്റെ മക്കളും. നോ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കടം വാങ്ങുവാൻ നിൻ്റെ
നീട്ടിയ നിൻ്റെ കരങ്ങളെ അനേകർക്ക് കടമായല്ല സഹായമായി കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിറയ്ക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നിൻ്റെ കരങ്ങളിൽ ഒരു സമൃദ്ധി, ഒരു നിറവ് വെളിപ്പെടുവാൻ പോകുക. വായ്പ വാങ്ങുന്നവനിൽ നിന്ന് ചേഞ്ച്, വായ്പ വാങ്ങുന്നവനിൽ നിന്ന് വായ്പ കൊടുക്കുന്നവനിലേക്കുള്ളൊരു ചേഞ്ച്. അഷമല റാധൂരി അഷബല റഥരെ ഷന്താർഗന പ്രാർത്ഥിക്കും സഹോദരി. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയും ഉപവാസവും വെറുതെ അല്ല. അമ്മേൻ, നിൻ്റെ ലൈഫ് മാറുവാൻ പോകുക. ആ പാരമ്പര്യങ്ങൾക്ക്, ആ പിന്തുടർച്ചകൾക്ക് വിടാതെ പിന്തുടരുക. നല്ലൊരു വിവാഹം ആഗ്രഹിക്കുന്നത് പോലെ. സ്തോത്രം. ആദ്യത്തതോ അങ്ങനെ കഴിഞ്ഞു, രണ്ടാമത്തതെങ്കിലും അമ്മേൻ വെല്ലുവിളി നടക്കത്തില്ലെന്ന് ഇന്നീ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ. ചിലതിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞ ആദ്യ വിവാഹത്തെ, റാധാലമാഷക്കനെ, നിന്റെ ഭവനത്തിൽ നടന്ന ആദ്യ വിവാഹത്തെ ജയമാക്കി, ആ പരാജയത്തെ പണിത്, ആ തകർച്ചയെ പണിത് അടുത്ത വിവാഹം റാബാലമാഷേഖനെ ജയകരമായി നീ ആഗ്രഹിച്ചതുപോലെ, നീ സ്വപ്നം കണ്ടതുപോലെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് റാധാലമാഷേഖന് ആ പരാജയം ജയമായി മാറുവാൻ പോകുക. ആ തകർച്ച പകുതി വഴിയിലായിപ്പോയ, ഒരിടത്തും എത്തുവാൻ കഴിയാതെ ആയിപ്പോയ ആ തകർച്ചയ്ക്ക് കർത്താവ് ഈ ദിവസങ്ങളിൽ അറുതി വരുത്തുവാൻ പോകുക. അമ്മേൻ, നീ പുറത്തു വരും. ആ സീസൺ അറുതിയാവും. ആ തകർച്ചയുടെ പരാജയപ്പെട്ട് വീട്ടിനകത്ത് കുത്തിയിരിക്കുന്ന അവസ്ഥയ്ക്ക് അറുതിയാകും. തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയ്ക്ക് അറുതി വരും. നിന്ദിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് നിന്നിൽ എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോവുക. നീ കേട്ട കുത്തുവാക്കുകൾ നിൻ്റെ തലമുറകൾ കേൾക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കൈനീട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ഭിക്ഷ യാചിക്കുന്നത് പോലെ നിൽക്കുവാൻ നിൻ്റെ തലമുറയെ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി നിൻ്റെ തലമുറകളെ എൻ്റെ കർത്താവ് മാനിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഈ ദിവസങ്ങൾ 31 ദിവസം പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് നിൻ്റെ തലമുറ പ്രാപിക്കുന്ന കരങ്ങളുടെ ഉടമയായി മാറുവാൻ വേണ്ടിയാണ്. ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ തയ്യാറാണോ? പിന്തുടരുന്ന ചിലതിന് അറുതി വരുത്തുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശാപം എന്നിൽ തീരണം കർത്താവേ. ഞാൻ ഈ അനുഭവിക്കുന്നത് എന്നിൽ തീരണം. ഈ രോഗം എൻ്റെ തലമുറയ്ക്ക് വേണ്ട. ഈ രോഗം, ഈ കടം എൻ്റെ തലമുറയ്ക്ക് വേണ്ട. ഈ തകർച്ച എൻ്റെ തലമുറ കാണണ്ട. ഈ ശാപം എന്നിൽ തീരണം. അമേൻ. തയ്യാറാണോ? കോണ്ടാക്ട് ചെയ്യേ. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന്, നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ചിലതിന് സ്റ്റോപ്പ് വയ്ക്കുവാനും പുതിയ കാര്യങ്ങളുടെ തുടക്കമായ ദിവസങ്ങളെ മാറ്റുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്രാർത്ഥനയുടെ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമുമായി ലൈവിൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. വളരെ അനുഗ്രഹമാണ്. ജോയിൻ ചെയ്യുക. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളാണ്. വെള്ളിയാഴ്ച 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും മിസ് ചെയ്യരുത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവായി നിങ്ങൾക്ക് അറിയിക്കുവാൻ കഴിയും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കടന്നു വരുന്നവർക്ക് സ്വാഗതം. എവിടെയെന്നോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് കാട്ടാക്കടയ്ക്ക് നെയ്യാറ്റിങ്കരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് ഒരു തുടക്കം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കടന്നു വന്നു. നമുക്കൊരുമിച്ച് പ്രാപിക്കാം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, ഈ ജനത്തെ കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാലാകാലങ്ങളായി അപ്പൻ അനുഭവിച്ചു, അമ്മ അനുഭവിച്ചു, അപ്പൂപ്പൻ അനുഭവിച്ചു, അമ്മുമ്മ അനുഭവിച്ചു, അപ്പൻ്റെ കുടുംബം, അമ്മയുടെ കുടുംബം, അതേ ആ ശാപം, ആ രോഗം, ആ തകർച്ച, ആ പരാജയം, ആ അടിമത്വം, മദ്യത്തിൻ്റെ അടിമത്വം, ആ തകർച്ച, അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അത് മാറിപ്പോകട്ടെ. തകർച്ച മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, ആ ഇല്ലായ്മകൾ മാറട്ടെ, വരുമാനമില്ലായ്മകൾ, തൊഴിലില്ലായ്മകൾ, മറ്റുള്ളവരുടെ മുമ്പിൽ കരം നീട്ടുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ.
നല്ല ജോലികളെ നൽകി മാനിക്കണമേ അപ്പാ. നല്ലത് പറയുവാൻ തക്കവണ്ണം സ്വർഗം ഇവർക്ക് അവസരം നൽകണമേ. ഈ 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവരെ പ്രാപിക്കുന്നവരാക്കി മാറ്റണമേ. ഇവർ പ്രാപിക്കട്ടെ, ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് ഇവർ പ്രാപിക്കട്ടെ. ഇവരുടെ ജീവിതത്തെ മാറ്റുന്ന, ഇവരുടെ അനുഭവങ്ങളെ മാറ്റുന്ന ഇവർ പ്രാപിക്കട്ടെ. ശാപങ്ങൾക്ക് അറുതി വരട്ടെ, നല്ലത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഭവനങ്ങളുടെ പണികൾ മനോഹരമായി പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, എല്ലാ ബാധ്യതകളും തീരട്ടെ. കടഭാരങ്ങളും പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. കടക്കാരൻ്റെ മക്കളെന്ന ലേബൽ വീഴുവാൻ യേശുവേ അങ്ങ് അനുവദിക്കരുതേ. വേണ്ടത് ധാരാളമായി കരങ്ങളിൽ നൽകണമേ. മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ പൂർത്തീകരണം ഉണ്ടാകട്ടെ. പകുതി വഴികളിൽ വിദ്യാഭ്യാസം നിന്നുപോകുന്ന അവസ്ഥകൾ മാറട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വിവാഹബന്ധങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട വിവാഹബന്ധങ്ങൾ ഉണ്ടാകട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. അമേൻ. രോഗികളായി തലമുറകൾ ജനിക്കുന്ന ആ അവസ്ഥകൾക്ക് അറുതി വരട്ടെ. ആരോഗ്യമുള്ള തലമുറകൾ ജനിക്കട്ടെ. ശാപങ്ങൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറട്ടെ. രോഗങ്ങൾ മാറട്ടെ. പാരമ്പര്യമായി അനുഭവിക്കുന്ന രോഗങ്ങൾ മാറട്ടെ. ആ ശാപങ്ങൾ മാറട്ടെ. വിദേശ നന്മകൾക്കായി ഒരുങ്ങുന്നവരുണ്ട്. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തകർച്ചകളും പണിയട്ടെ. എല്ലാ ശാപങ്ങളും വിട്ടുമാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, ചേർന്ന് ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രോഗ്രാമുകളിലേക്ക്, പ്രൈസർ ഫാമിലിയിലേക്ക് ചേർത്ത് നിർത്തി അവരിലേക്ക് പ്രോഗ്രാമുകൾ എത്തിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ ഒരുമിച്ച് തന്നെ ഉണ്ടാകും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.